ബൈക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ എന്തായാലും ഈ വെയിലത്ത് എനിക്ക് ബാംഗ്ലൂർ ഓടിച്ച് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട്. അങ്ങനെ തപ്പി നടന്നപ്പോഴാണ് നമ്മുടെ കല്ലട ട്രാവൽസിൽ ഈ ബൈക്ക് അവർ സുരക്ഷിതമായിട്ട് ബാംഗ്ലൂരിൽ എത്തിക്കുമെന്ന് പറഞ്ഞത്. സംഭവം എന്തായാലും ഞാൻ തിരക്കിയപ്പോഴത്തേക്കും വളരെ ഈസിയാണ് പ്രൊസീജിയർ. നമുക്കപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ എങ്ങനെ ഒരു ബൈക്ക് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ മുഖേന അല്ലാതെ ഒരു ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കല്ലട ട്രാൻസ്പോർട്ട്സ് വഴി അയക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ അതിനായിട്ട് വന്നത് കല്ലട ട്രാൻസ്പോർട്ടിൻ്റെ ഓഫീസിലാണ്. നേരെ അവിടെ കൊണ്ട് ബൈക്ക് വെച്ചു. ഓക്കെ, അവിടെ ചെന്ന് നമുക്ക് സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് RC ബുക്കിൻ്റെയും ആധാറിൻ്റെയും കോപ്പി വേണമെന്നാണ്. അപ്പോൾ അടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് ഇൻഷുറൻസിൻ്റെയും RC ബുക്കിൻ്റെയും നമ്മുടെ ഒരു ആധാറിൻ്റെ അയക്കുന്ന ആളുടെ ആധാറിൻ്റെ ഒരു കോപ്പി വേണം. ഇത് മൂന്നും കൂടെ നേരെ കൊണ്ട് കല്ലട ഓഫീസിൽ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ബില്ല് എടുത്തരും. ആ ബില്ലും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 days ആണ് പറയുന്നത്. അതിനുള്ളിൽ നമ്മുടെ ബൈക്ക് ബാംഗ്ലൂർ എത്തും. സംഭവം എൻ്റെ 2 ദിവസം കൊണ്ട് ബൈക്ക് സുരക്ഷിതമായിട്ട് ബാംഗ്ലൂർ എത്തി. താങ്ക് യു.